ഒന്നടിച്ച് വിജയതീരത്തെ പുൽകാമെന്ന് കരുതിയ ഐവറി കോസ്റ്റ് മോഹങ്ങൾക്ക് വിലങ്ങിട്ട് ജർമ്മൻ പട ജൈത്രയാത്ര തുടരുകയാണ്. മത്സരത്തിലെ സർവാധികാരം ഏറ്റെടുത്തിട്ടും ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി പാറിപ്പറന്ന ജർമ്മൻ മുന്നേറ്റ നിരക്ക് കരുത്തേകിയതും ഐവറി കോസ്റ്റിന്റെ വിജയമോഹങ്ങളെ കാറ്റിൽ പറത്തിയതും ഡെനിസ് ഇൻഡോവിന്റെ ഇരട്ടപ്രഹരമാണ്. ഇതോടെ തീരാ ശാപമായി കിടന്ന ഗ്രൂപ്പ് സ്റ്റേജ് കടമ്പ 12 വർഷങ്ങൾക്കിപ്പുറം ജർമ്മൻ പട താണ്ടുകയാണ്. ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ജർമ്മനി ലോകകപ്പിൽ തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഗ്രൂപ്പ് ഇയിലെ ഈ നിർണായക മത്സരത്തിൽ പരാജയത്തിന്റെ വക്കിൽ നിന്നുമാണ് യൂറോപ്യൻ വമ്പന്മാർ ഉയർത്തെഴുന്നേറ്റത്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ പോയ ശേഷമാണ് രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ജർമ്മനി ഈ തകർപ്പൻ വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇരു ടീമുകളും വ്യക്തമായ തന്ത്രങ്ങളോടെയാണ് കളത്തിലിറങ്ങിയത്. ജർമ്മനി 3-4-3 എന്ന ആക്രമണ ഫോർമേഷൻ തിരഞ്ഞെടുത്തപ്പോൾ പ്രതിരോധത്തിലും പ്രത്യാക്രമണത്തിലും ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4-3-3 എന്ന ശൈലിയാണ് ഐവറി കോസ്റ്റ് പുറത്തെടുത്തത്. കളിയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ പരസ്പരം സമ്മർദ്ദത്തിലാക്കാൻ ഇരുവരും കഠിനമായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മത്സരത്തിന്റെ 1-ാം മിനിറ്റിൽ തന്നെ ജർമ്മനിയുടെ സൂപ്പർ താരം കെയ് ഹെവേർട്സ് ഐവറി കോസ്റ്റിന്റെ പ്രതിരോധ കോട്ട തകർത്ത് മുന്നേറിയെങ്കിലും ആ നീക്കം ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ലായിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ 4-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റയുടെ ഫ്രാങ്കസിയിലൂടെ ഒരു മാരക പ്രത്യാക്രമണം ജർമ്മനി കണ്ടു. സ്റ്റേഡിയത്തെ നിശബ്ദമാക്കിയ നീക്കമൊടുവിൽ ഓഫ് സൈഡിൽ കലാശിക്കുകയായിരുന്നു. 9-ാം മിനിറ്റിൽ ജർമ്മനിക്ക് അനുകൂലമായി ലഭിച്ച ഒരു മനോഹരമായ ക്രോസിനെ കെയ് ഹെവേർട്സ് തലകൊണ്ട് പോസ്റ്റിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും ഐവറി കോസ്റ്റ് ഗോൾ കീപ്പർ അസാമാന്യ മെഴുവഴക്കത്തോടെ പന്ത് തട്ടിയകറ്റി. തൊട്ടു പിന്നാലെ 12-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റയുടെ വിൽഫ്രഡ് സിംഗോ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ആ വലംകാൽ ഷോട്ട് ജർമ്മൻ പ്രതിരോധ നിര ആത്മവിശ്വാസത്തോടെ തടഞ്ഞു നിർത്തി. 18-ാം മിനിറ്റിൽ ജർമ്മനിയുടെ യുവതാരം ജമാൽ മുസിയാലക്ക് ലഭിച്ച സുവർണാവസരം നിർഭാഗ്യവശാൽ പോസ്റ്റിന് പുറത്തേക്കാണ് പോയത്. 21-ാം മിനിറ്റിൽ അലക്സാണ്ടർ പവലോവിച്ചിന്റെ ഒരു ഹെഡർ ശ്രമം ഐവറി കോസ്റ്റ് ഗോൾ കീപ്പറുടെ കൈകളിൽ നിന്നും വഴുതി വലക്കുള്ളിലേക്ക് കയറിയെങ്കിലും ഹെഡ് ചെയ്യുമ്പോൾ ഗോൾ കീപ്പറെ ഫൗൾ ചെയ്തതിനാൽ റെഫറി ആ ഗോൾ അനുവദിച്ചില്ല. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഐവറി കോസ്റ്റ് ആദ്യ ഗോൾ നേടി. ജർമ്മൻ പ്രതിരോധത്തിൽ നിന്നും റീബൗണ്ട് ചെയ്തു വന്ന പന്ത് ഒട്ടും സമയം കളയാതെ ഫ്രാങ്കസി ജർമ്മനിയുടെ വലക്കുള്ളിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു. ഈ ഗോളോടെ മത്സരത്തിൽ ഐവറി കോസ്റ്റ് 1-0 മുന്നിലെത്തി. ആദ്യ പകുതിയിൽ പന്തടക്കത്തിലും ഗോൾ ശ്രമങ്ങളിലും ജർമ്മനി ഏറെ മുന്നിട്ട് നിന്നെങ്കിലും സ്കോർ ബോർഡിൽ അവർ പിന്നിലായിരുന്നു. ജർമ്മനിയുടെ പല മുന്നേറ്റങ്ങളും മധ്യനിരയിൽ വെച്ച് തന്നെ ഐവറി കോസ്റ്റ് പ്രതിരോധം വിജയകരമായി തടഞ്ഞു. 38-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റിന്റെ ഏഞ്ചിയോൻ ബോണി തൊടുത്ത മറ്റൊരു അപകടകരമായ ഷോട്ട് ജർമ്മൻ ഗോളി മാനുവൽ നൂയർ രക്ഷപ്പെടുത്തി. രണ്ടാം പകുതിയിൽ ടീമിൽ കൂടുതൽ കരുത്തു പകരാൻ അന്റോണിയോ റൂഡ്രിഗറെ ജർമ്മനി കളത്തിലിറക്കി. എന്നാൽ കളി തുടങ്ങി അധികം വൈകും മുമ്പേ തന്നെ 50-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റിന്റെ ഫ്രാങ്കസിക്ക് ലീഡുയർത്താൻ മറ്റൊരു സുവർണാവസരം ലഭിച്ചെങ്കിലും താരത്തിനത് കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. തൊട്ടു പിന്നാലെ ഇനാവോ ഔലിയായുടെ ഷോട്ടും പോസ്റ്റിന് മുകളിലൂടെ പറന്നു. രണ്ടാം പകുതിയുടെ ആദ്യ 10 മിനിറ്റുകളിൽ ജർമ്മൻ ഗോൾ മുഖത്തെ വിറപ്പിക്കുന്ന പ്രകടനമാണ് ഐവറി കോസ്റ്റ് കാഴ്ചവെച്ചത്. 56-ാം മിനിറ്റിൽ യാൻ ഡയമണ്ടയുടെ ഒരു ഷോട്ട് കൂടി ജർമ്മൻ പോസ്റ്റിന് തൊട്ടുരുമ്പി പുറത്തുപോയതോടെ ജർമ്മൻ ആരാധകർ ശ്വാസമടക്കിയാണ് കളി കണ്ടത്. ആഫ്രിക്കൻ കരുത്തിനു മുന്നിൽ ജർമ്മനി വീണുപോകുമോ എന്ന് തോന്നിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഒടുവിൽ ജർമ്മൻ ആരാധകർ കാത്തിരുന്ന ആ നിമിഷം 68-ാം മിനിറ്റിൽ എത്തിച്ചേർന്നു. നെദിം അമീറി ബോക്സിലേക്ക് നൽകിയ കൃത്യതയാർന്ന ഒരു മനോഹരമായ ക്രോസിനെ ഡെനിസ് ഉണ്ടാവ് അതിവേഗത്തിൽ വലയിലൊക്കി. ഈ ഗോളോടെ ജർമ്മനി മത്സരത്തിൽ 1-1 എന്ന നിലയിൽ സമനില പിടിച്ചുപറ്റി. സമനില ഗോൾ നേടിയതോടെ ജർമ്മനി കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയും കളിക്കാൻ തുടങ്ങി. ഐവറി കോസ്റ്റിന്റെ പ്രതിരോധ കോട്ടയിലേക്ക് അവർ നിരന്തരം ആക്രമണങ്ങൾ അയച്ചുവിട്ടു. 86-ാം മിനിറ്റിൽ ഡെനിസ് ഉണ്ടാവ് ബോക്സിന് വെളിയിൽ നിന്നും തൊടുത്ത ആ ലോങ് റേഞ്ചർ ഷോട്ട് ഐവറി കോസ്റ്റ് ഗോൾ കീപ്പർ കഷ്ടപ്പെട്ട് തടുത്തിട്ടു. മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ 89-ാം മിനിറ്റിൽ
ജർമ്മനിയുടെ നെതാനിയൻ ബ്രൗൺ നടത്തിയ ഒരു തകർപ്പൻ ഗോൾ ശ്രമവും എവരി കോസ്റ്റ ഗോൾകീപ്പറുടെ മികച്ച സേവിന് മുമ്പിൽ പരാജയപ്പെട്ടു. കളി സമനിലയിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നിച്ച നിമിഷങ്ങളായിരുന്നു പിന്നീട് മൈതാനത്ത് കണ്ടത്. റഫറി അനുവദിച്ച ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ ജർമ്മനിക്ക് കളി ജയിക്കാനുള്ള സുവർണാവസരം ഒത്തുവന്നു. നദീം അമീറി തൊടുത്ത പവർഫുൾ ഷോട്ട് എവരി കോസ്റ്റ ഗോൾ കീപ്പർ അതിസാഹസികമായാണ് തട്ടിയകറ്റിയത്. എന്നാൽ കളി അവിടെ കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു. ജർമ്മനിയുടെ പോരാട്ടവീര്യം അവസാന നിമിഷം വരെ നിലനിന്നു. ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ജർമ്മനിയുടെ വിജയ ഗോൾ പിറന്നു. ഫെലിക്സ് നമച്ച് നൽകിയ കൃത്യമായ പാസിനെ ഡെനിസ് ഉണ്ടാവ് വീണ്ടും ലക്ഷ്യത്തിലെത്തിക്കുകയായിരുന്നു. ഉണ്ടാവിന്റെ ഇരട്ട ഗോൾ നേട്ടത്തോടെ ജർമ്മനി മത്സരത്തിൽ 2-1 മുന്നിലെത്തി. ഈ ഗോളാഘോഷത്തിന് തൊട്ടു പിന്നാലെ റഫറിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങി. ഗ്രൂപ്പിലെ 2ാം മത്സരം വിജയിച്ച് ജർമ്മൻ പട കരുത്താർജിക്കുകയാണ്. അതിനാൽ തന്നെ ഇനി ബാക്കി നൗക്കൗട്ടിൽ കാണാം.